2026 ലോകകപ്പിന് യോഗ്യത നേടി സ്പെയിനും ബെൽജിയവും തുർക്കിയുമായി സമനിലയിൽ പിരിഞ്ഞതോടെയാണ് സ്പെയിൻ ലോകകപ്പിനെത്തുന്നത്. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. രണ്ടാം സ്ഥാനത്തെത്തിയ തുർക്കി പ്ലേ ഓഫിലുമെത്തി. ലിച്ചൻസ്റ്റൈനെതിരെ 7 ഗോളിന്റെ തകർപ്പൻ ജയം നേടിയാണ് ബെൽജിയവും ലോകകപ്പിന് യോഗ്യത നേടിയത്. ഡെൻമാർക്കിനെ 2-നെതിരെ 4 ഗോളുകൾക്ക് തോൽപ്പിച്ച് സ്കോട്ട്ലൻഡും ഗ്രൂപ്പ് എച്ചിൽ നിന്ന് ഓസ്ട്രിയയും ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡും ലോകകപ്പിന് യോഗ്യത നേടി. സൗഹൃദ മത്സരത്തിൽ ബ്രസീലിന് സമനില. ടുണീഷ്യയുമായി ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ബ്രസീലിനായി 44-ാം മിനിറ്റിൽ യുവതാരം എസ്താവോ ഗോൾ നേടി. AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. ബംഗ്ലാദേശ് 1 ഗോളിനാണ് ഇന്ത്യയെ തോൽപ്പിച്ചത്. 11-ാം മിനിറ്റിൽ ഷെയ്ഖ് മോർസാലിനാണ് ബംഗ്ലാദേശിനായി ഗോൾ നേടിയത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യയുടെ 3ാം തോൽവിയാണിത്. 2 പോയിന്റുമായി ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്താണ് ഇന്ത്യ. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. വിജയ് വഴിയിൽ തിരിച്ചെത്താൻ മലപ്പുറം FCയും കണ്ണൂർ വാരിയേഴ്സും നേർക്കുനേർ ഏറ്റുമുട്ടും. ലീഗിൽ 9 പോയിന്റുകളുള്ള മലപ്പുറവും കണ്ണൂരും 4ഉം 5ഉം സ്ഥാനത്താണ്. കണ്ണൂരിന്റെ തട്ടകമായ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. ചെന്നൈ സൂപ്പർ കിങ്സിൽ സഞ്ജു സാംസൺ അണിയുക 11-ാം നമ്പർ ജേഴ്സി. സഞ്ജുവിനെ വരവേൽക്കുന്ന വീഡിയോ പുറത്തുവിട്ടാണ് താരത്തിന്റെ ജേഴ്സി നമ്പർ CSK പ്രഖ്യാപിച്ചത്. മോനെ സമയമായി എന്ന് സിനിമാ താരവും സഞ്ജുവിന്റെ സുഹൃത്തുമായ ബേസിൽ ജോസഫ് പറയുന്നതോടെയാണ് വീഡിയോയ്ക്ക് തുടക്കമാവുന്നത്. ജേഴ്സി നമ്പറിനൊപ്പം സഞ്ജു മഞ്ഞ ജേഴ്സിയിലുള്ള കട്ടൗട്ട് സ്ഥാപിക്കുന്നതുമാണ് വീഡിയോയിലുള്ളത്. സമൂഹമാധ്യമങ്ങളിൽ CSK ആരാധകർ സഞ്ജുവിന്റെ പുതിയ വീഡിയോയും ഏറ്റെടുത്തിരിക്കുകയാണ്. എടാ മോനെ പണിയോടെ ആരംഭിക്കലാങ്കളാ. അപ്പൊ ഇനി നമ്മുടെ പയ്യൻ യെല്ലോ കൂടെ നമ്മൾ രഞ്ജി ട്രോഫിയിൽ ആദ്യ ജയം തേടി മധ്യപ്രദേശിനെതിരെ കേരളം ഇന്നിറങ്ങും. 315 റൺസ് ലീഡുള്ള കേരളത്തിന് സമനിലയായാലും 3 പോയിന്റ് ലഭിക്കും. നിലവിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 226 റൺസ് എന്ന നിലയിലാണ് കേരളം. സച്ചിൻ ബേബിയുടെയും ബാബ അപരാജിത്തിന്റെയും അർദ്ധ സെഞ്ചുറിയാണ് കേരളത്തിനെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചത്. 85 റൺസുമായി സച്ചിനും 89 റൺസുമായി ബാബ അപരാജിത്തുമാണ് ക്രീസിൽ. നേരത്തെ 1-ാം ഇന്നിംഗ്സിൽ മധ്യപ്രദേശ് 192 റൺസിന് ഓൾ ഔട്ടായിരുന്നു.